ജനമധ്യേ നിന്നു കനാന്യ സ്ത്രീക്കേ നോച്ചത്തിൽ മശിഹാ കൃപ തോന്നണമെന്നിൽ കൃപയാൽ പ്രേരിതനായി നിജ സൃഷ്ടികളെ രോഗക്ലേശങ്ങൾ നീ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ നൊയമ്പിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കർത്തൃ ദിവസത്തിൽ പരിശുദ്ധ പിതാക്കന്മാർ കർത്താവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത് യേശുമ്പുരാൻ പ്രജാതിക്കാരിയായ ഒരു സ്ത്രീയുടെ മകളെ പിശാച് ബാധയിൽ നിന്ന് സൗഖ്യമാക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥന നമുക്കൊന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ വേദഭാഗത്തിലെ ചില ദൈവിക രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആരായാം. ഇന്നത്തെ സന്ധ്യയിൽ, അതായത് ഞായറാഴ്ച ഈ സന്ധ്യയിൽ, നമുക്ക് നാളത്തെ പരിശുദ്ധ കുർബാനയിലേക്ക് ഒരുങ്ങേണ്ടതായ കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും കർത്താവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷയുമായിട്ട് പങ്കുചേർന്ന് നമ്മളുടെ അകത്തെ മനുഷ്യനിൽ സംഭവിക്കേണ്ട സൗഖ്യങ്ങളെപ്പറ്റി അല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ പിതാക്കന്മാർ ഇന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥന ഇപ്രകാരമാണ്: കനാന്യ സ്ത്രീക്ക് മറുപടി കൊടുക്കുകയും അവളുടെ പുത്രിയെ പിശാചിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത കരുണാവാരിധിയും സൗഖ്യങ്ങളുടെ ഉറവയുമായിരിക്കുന്ന കർത്താവെ, ഇപ്പോൾ ഞങ്ങളുടെ ആത്മാക്കളെ പാപത്തിൽ നിന്നും ഞങ്ങളുടെ ശരീരങ്ങളെ അസഹ്യമായ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പൈശാചിക ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെയും സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പിശാച് ബാധിതയായ ഒരു മകളെ, ഒരു പുറജാതി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഈ നാളത്തെ വിശുദ്ധ ദിവസത്തിനായിട്ട് ഒരുങ്ങുവാൻ അല്പസമയം കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ ഇരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള ഭാഗങ്ങളാണ് നാളത്തെ ദിവസത്തെ വിശുദ്ധ എവൻഗേലിയനായിട്ട് ക്രമീകരിച്ച് വച്ചിരിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് ഈ സംഭവം വിശദീകരിച്ചിരിക്കുന്നത്: യേശു തമ്പുരാൻ അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് യാത്രയായി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശുമ്പുരാൻ സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ഈ സോർ സീദോൻ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനം നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതായിരിക്കും. കർത്താവ് പറയുകയാണ്: കോരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബെത്സൈദയെ, നിനക്ക് ഹാ കഷ്ടം! നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ നിങ്ങളെക്കാൾ വേഗത്തിൽ മാനസാന്തരപ്പെടുമായിരുന്നു. ന്യായവിധി ദിവസത്തിൽ അവർക്ക് നിങ്ങളെക്കാൾ സഹിക്കാവതാകും. എന്ന് പറഞ്ഞാൽ, സോർ സീദോൻ പ്രദേശങ്ങളിൽ ഉള്ള പാപത്തിൻ്റെ പെരുപ്പത്താൽ അവിടെ നശിച്ചു പോയിരിക്കുന്ന ജനങ്ങൾക്ക് ന്യായവിധി ദിവസത്തിൽ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ജനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോരസീനിലെയും ബേത്സൈദയിലെയും ജനങ്ങളെക്കാൾ അവർക്കത് സഹിക്കുവാൻ പറ്റും. എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കണം. ഒന്നിനേക്കാൾ മറ്റൊന്ന് എന്ന് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിടത്തും ഒരേ അവസ്ഥയാണ്. ഒന്നിനേക്കാൾ മറ്റൊന്ന് കുറവോ കൂടുതലോ ആകും എന്നുള്ളതേ ഉള്ളൂ. കോരസീനോടും ബേത്സൈദയോടും യെരുശലേമിനോടും കർത്താവിന് വലിയ ദുഃഖമുണ്ട്. അവർക്ക് വേണ്ടി വന്ന കർത്താവിനെ അവർ മനസ്സിലാക്കാതെ അവനെ തള്ളിപ്പറഞ്ഞു. യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻകീഴിൽ ചേർത്ത് വയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങളോ മനസ്സിലായില്ല. എന്നാൽ
സോറിലെയും സീദോനിലെയും ജനങ്ങൾക്ക് നിങ്ങളെക്കാൾ ഭേദപ്പെട്ട ഒരു ന്യായവിധിയായിരിക്കും. അവർ പാപം ചെയ്തിട്ടുണ്ട് എങ്കിലും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോരിലെയും സീദോനിലെയും ജനങ്ങൾ പാപത്തിൽ കഴിഞ്ഞവരായിരുന്നു. അവിടെ ഒരു വ്യാപാര ശക്തി അപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഓരോ ദേശത്തിലും അവിടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ആത്മീക വ്യാപാരമനുസരിച്ചായിരിക്കും. ഒരു ദേവാലയത്തിൽ ചെന്നാലോ ഒരു ഭവനത്തിൽ ചെന്നാലോ അവിടെ ഒരു ആത്മീക വ്യാപാരത്തിൻ്റെ ശക്തിയുണ്ട്. അത് ആരാധനയും പ്രാർത്ഥനയും ദൈവിക ധ്യാനവുമായി ദൈവിക കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ഒരു ദേവാലയത്തിലോ ഭവനത്തിലോ വ്യക്തിജീവിതത്തിലോ ആണെങ്കിൽ അവനിലും അവൻ്റെ ഭവനത്തിലും അവർ പോകുന്ന ദേവാലയത്തിലും വ്യാപരിക്കുന്ന ഒരു ആത്മീക വ്യാപാര ശക്തിയുണ്ട്. ഒരു ദേവാലയത്തിനുള്ളിൽ പ്രത്യേകമായ ആത്മീക വ്യാപാര ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ദേവാലയത്തെ അശുദ്ധമാക്കരുത് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈ നമ്മുടെ അശുദ്ധ പ്രവർത്തികൾ കാരണം, പാപപ്രവർത്തികൾ കാരണം ഈ വിശുദ്ധ ആത്മാവിന് അവിടെ വസിക്കുവാൻ ആവാത്ത വിധം ആകാം. അതുകൊണ്ടാണ് ദേവാലയത്തെ അശുദ്ധമാക്കരുത്. ആ ദേവാലയത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ദേവാലയം. അതുകൊണ്ടാണ് ദേവാലയമാകുന്ന നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ആവാസയോഗ്യമല്ലാത്ത വിധമുള്ള പാപചിന്തകൾ നമ്മളിൽ ഉണ്ടായാൽ അവിടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയെ പരിശുദ്ധാത്മാവിന് തന്നെ ക്രമപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. കർത്താവ് തന്നെ പല പ്രദേശങ്ങളിലും പോയിട്ട് അവിടെ അവന് വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചില്ല, അവരുടെ അവിശ്വാസ നിമിത്തം എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ചില പ്രദേശങ്ങളിൽ നിന്ന് അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ? കർത്താവിന് പോലും ചില പ്രദേശത്ത് ആ ജനങ്ങളുടെ പാപത്തിൻ്റെ തീവ്രത കാരണം, അവിശ്വാസത്തിൻ്റെ തീവ്രത കാരണം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്രേ എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അവിശ്വാസം കാരണവും പാപാവസ്ഥ കാരണവും അവിടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനും അതുപോലെയാണ്. മനുഷ്യനെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദേവാലയം അത് വിശുദ്ധമായിരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എല്ലായിടത്തും എന്തെങ്കിലും ഒരു വ്യാപാര ശക്തി കാണും. നമ്മൾ പാപത്തിലും തിന്മയിലും ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നുവെങ്കിൽ ആ ഭവനത്തിലും അങ്ങനെയുള്ള ദേവാലയങ്ങളിലും അശുദ്ധാത്മ വ്യാപാര ശക്തി പ്രവേശിക്കും. കാലത്തിനുള്ളിലായിരിക്കുന്ന കാലത്തോളം നമ്മൾ അശുദ്ധാത്മാക്കളുമായിട്ട് എപ്പോഴും യുദ്ധം ചെയ്യേണ്ടി വരും. അത് കർത്താവിനോട് അടുക്കും തോറും ഈ അശുദ്ധാത്മ വ്യാപാരത്തിൻ്റെ തീവ്രത, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഫിലോക്കാലിയ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വാല്യം 2 ആണ്. ആധ്യാത്മിക പ്രേമം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആത്മാവിൽ ഒളിഞ്ഞു കിടക്കുന്ന വികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പിശാചുക്കൾ നമ്മളിൽ ദുശ്ചിന്തകൾ ഉണർത്തിവിടുന്നു. അപ്പോൾ അകത്ത് പൈശാചിക വ്യാപാരത്തെ ഉണർത്തിവിടത്തക്കവണ്ണം അവൻ നമ്മളെ എപ്പോഴും അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പിശാചുക്കൾ നമ്മൾ ദുശ്ചിന്തകൾ ഉണർത്തിവിടുന്നു. ഇത് ഒളിഞ്ഞ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവയവങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാപം, ആ പാപത്തെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യണം? അവയവങ്ങളിൽ കർത്താവിൻ്റെ തിരുശരീര നിക്ഷേപങ്ങൾ സൂക്ഷിക്കണം. അനുഭവിച്ചു പോകുന്നതല്ല, അതിനെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അനുഭവിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കണം. ഞായറാഴ്ച അനുഭവിച്ചേച്ച് പോയി കഴിഞ്ഞു, അങ്ങനെയല്ല. അത് നമ്മൾ സൂക്ഷിക്കണം. അത് നിത്യജീവനായി അതിനെ സൂക്ഷിക്കണമെന്നാണ്. അതുകൊണ്ടാണ് കർത്താവെ
ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ കടങ്ങളും പാപങ്ങളും തെറ്റുകളും നീ ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. പൗലോസ്ലീഹ പറയുന്നു, അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു പാപവും ഉണ്ട്. ഒരു പാപം എന്ന് പറഞ്ഞാൽ പാപങ്ങളുണ്ട്. അങ്ങനെയുള്ള പാപങ്ങളെ ഉണർത്തിവിടുവാൻ പിശാചുക്കൾക്ക് സാധിക്കും. അതാണ് പിതാക്കന്മാർ ഈ ആധ്യാത്മിക പ്രേമം എന്ന് പറയുന്ന ഫിലോക്കാലിയ വോളിയം 2-ൽ 31-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിൽ ഒളിഞ്ഞു കിടക്കുന്ന വികാരങ്ങളെ ഉപയോഗിച്ച് പിശാചുക്കൾ നമ്മിൽ ദുശ്ചിന്തകൾ ഉണർത്തിവിടുന്നു. ഈ ചിന്തകളിലൂടെ മനസ്സുമായി പോരാടി പാപത്തിന് അനുമതി നൽകുവാൻ അവർ അതിനെ നിർബന്ധിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം എപ്പോഴും ഒരു ചാഞ്ചല്യ മോഡിൽ ആണ് ഇരിക്കുന്നത്. ഒന്നുകിൽ ആത്മാവിനോട് ചേർന്ന് ദൈവികമായ വ്യാപാരങ്ങളിൽ ശരീരത്തെയും ആത്മാവിനെയും ചേർത്ത് നിർത്തുവാൻ ഈ ദേഹിക്ക് സാധിക്കും, അല്ലെങ്കിൽ ദുഷ്ടവ്യാപാരത്തിന് മറിഞ്ഞു വീഴാം. ഏദൻ തോട്ടത്തിൽ ഹവ്വായുടെ ദേഹിയുടെ മണ്ഡലം പിശാച് വന്ന് തിരിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ ദുഷ്ടലാക്കിലേക്ക് അല്ലെങ്കിൽ പിശാചിൻ്റെ കെണിയിലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ പിതാക്കന്മാർ പറയുകയാണ്, അതിനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ മനസ്സിൽ പാപം ചെയ്യുവാൻ അവർ പ്രേരണ ഉളവാക്കുന്നു. ഏതിനെ കീഴ്പ്പെടുത്തി കളയുമ്പോൾ? ആ മനസ്സുമായിട്ട് പോരാടി പാപത്തിന് അനുമതി നൽകുവാൻ പിശാച് അതിനെ നിർബന്ധിക്കുമ്പോൾ അത് കീഴ്പ്പെട്ടു പോയാൽ മനസ്സിൽ പാപം ചെയ്യുവാൻ അവർ പ്രേരണയുളവാക്കുന്നു. അവർ എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ പ്രേരണയുളവാക്കുന്നു. അടിമയായി തീർന്ന അതിനെ അവർ പാപാവൃത്തിയിലേക്ക് നയിക്കുന്നു. അടിമയായി തീർന്ന ഏതിനെ? നമ്മുടെ ദേഹിയെ. അല്ലെങ്കിൽ ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന പദം മനസ്സെന്നാണ്. കുറച്ചും കൂടെ വൃത്തിയായ ആന്തരിക ആഴത്തിലുള്ള ഭാഷ എന്ന് പറയുന്നത് ദേഹിയുടെ മണ്ഡലമാണ്. ഹൃദയബോധ വിചാരങ്ങൾ. അതിനെ അവർ പാപാവൃത്തിയിലേക്ക് അടിമയാക്കി തീർക്കുന്നു. ഈ വക ചിന്തകളാൽ ആത്മാവിനെ നിസ്സഹായയാക്കിയ ശേഷം തങ്ങളുടെ ചിന്തകളോടൊപ്പം പിശാചുക്കൾ പിന്മാറുന്നു. അതായത് നമ്മളെ അടിമത്തത്തിലാക്കിയതിന് ശേഷം അവൻ അവിടം വിട്ടിട്ട് അടുത്ത പ്രദേശത്തിലേക്ക് അന്വേഷിച്ചു പോകും. അപ്പോൾ പാപത്തിൻ്റെ മായാരൂപം മാത്രമാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ. അതായത് നമ്മുടെ ശരീരത്തിലും നമ്മളുടെ ഭവനത്തിലും നമ്മുടെ ദേവാലയത്തിലും നമ്മൾ ചെല്ലുന്ന പ്രദേശങ്ങളിലും ചില ആത്മവ്യാപാരമുണ്ട്. ഇതിനെ ടെറിറ്റോറിയൽ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്പിരിറ്റ് അതുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തു പോയില്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അശുദ്ധാത്മ വ്യാപാരം ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ ശനിയാഴ്ച സന്ധ്യയ്ക്ക് ഒരു ക്ലബിൽ പോയാൽ എന്താണ് കുഴപ്പം? കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ക്ലബിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്, അത് നമ്മളിലേക്ക് കയറും. പിന്നെ അതും വെച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ വരുന്നത്. ദേവാലയത്തിൽ വന്നാൽ കർത്താവിനെ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞായറാഴ്ച സന്ധ്യ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലോകപരമായ ഭാഷയിൽ പറഞ്ഞാൽ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ കർത്തൃദിവസമാകിയാൽ ആ കർത്തൃദിവസത്തിൻ്റെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കുവാൻ അത്തരം പരിശുദ്ധാത്മ വ്യാപാര ശക്തിയുള്ള പ്രദേശവുമായിട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ടോ ആളുകളുമായിട്ടോ മാത്രമേ ബന്ധപ്പെടാവൂ. വൈകിട്ടിറങ്ങി എവിടെയെങ്കിലും പോയി കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് സ്വല്പം തമാശകളൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. കുഴപ്പത്തിൻ്റെ അല്ല പ്രശ്നം. നമ്മൾ പോലും അറിയാതെ അത്തരം ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമ്മളിൽ പാപക്കറകൾ മുളയ്ക്കും. കുറച്ച് സൂക്ഷ്മമായി ജീവിക്കേണ്ട ആധ്യാത്മികതയാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ഈ സോർ സീദോൻ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു പാപത്തിൻ്റെ അശുദ്ധാത്മ വ്യാപാരം ഉണ്ടായിരുന്നു. ആ പ്രദേശത്താണ് ഈ കനാന്യ സ്ത്രീ കർത്താവിനെ കാണുവാനായിട്ട് വന്നത്. അവിടെ അപ്പോൾ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഈവിൾ സ്പിരിറ്റ് ആ സ്ഥലത്തുണ്ട്. അവരെക്കാൾ മോശപ്പെട്ട രീതിയിൽ കോരസീനും ബത്സേദയും ആയിപ്പോയി എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് വിലപിക്കുന്നത്. അതിൻ്റെ അർത്ഥം സോറിലും സീദോനിലും പാപാവസ്ഥയുണ്ട്. ആ പാപാവസ്ഥയുടെ ടെറിട്ടോറിയൽ ഏരിയയിലാണ് ഈ കനാന്യ സ്ത്രീ വരുന്നത്. കനാന്യ സ്ത്രീ തന്നെ അവളിൽ തന്നെ അവളുടെ പൂർവ്വകാല പിതാക്കന്മാരുടെ ശാപമേറിക്കൊണ്ടാണ് അവൾ വരുന്നത്. പഴയ നിയമപ്രകാരം അങ്ങനെ ശാപമേറി വരുമായിരുന്നു. കനാന്യർ അങ്ങനെയൊരു
ശാപഗ്രസ്ത സമൂഹമാണ്. ആ ഒരു തലമുറയിലാണ് അവൾ. അപ്പോൾ അങ്ങനൊരു ശാപാവസ്ഥയുണ്ടെങ്കിൽ ആ ആൾ അനുദപിച്ചാൽ അവിടെ അത് തീരും. എന്നാൽ ഇവൾ വന്നത് അവളുടെ പുത്രിക്ക് വേണ്ടിയാണ്. അവളിലും കയറി പിശാച് എന്ന് പറഞ്ഞാൽ ഇവളിലും പൈശാചിക ബാധ, അല്ലെങ്കിൽ ഇവളും പാപത്തിൻ്റെ ഒരു അടിമത്തത്തിൽ കഴിഞ്ഞവളായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് വെളിവാക്കി തരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് അവളോട് പറയുന്ന ഒരു വാക്കുണ്ട്: മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. ഇവൾ വന്ന് കർത്താവിനോട് പറയുവാണ്: കർത്താവ്, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾ പിശാച് ബാധിച്ച് ഭൂതോദ്രവം ബാധിച്ച് കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവളോട് ആദ്യം ഉത്തരം ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഒന്നും കേൾക്കാത്ത പോലെ നടക്കുകയാണ്. ഇങ്ങനെയൊരു കർത്താവിൻ്റെ സ്വഭാവവിശേഷണത്തെപ്പറ്റി നമുക്ക് ആകുലതയുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ ചില നീക്കങ്ങൾ കൃത്യമായിട്ട് നമ്മളിരുന്ന് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സ്ത്രീയെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീയെ രണ്ട് കാര്യങ്ങൾ കർത്താവിന് ബോധിപ്പിക്കേണ്ടതുണ്ട്. സമൂഹത്തെ ഒരു കാര്യം കർത്താവിന് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീയെ ബോധിപ്പിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ കരുണയുള്ളവനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം നിൻ്റെ മകൾക്ക് ഞാൻ സൗഖ്യം കൊടുക്കും എന്നുള്ളത് അവളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവളുടെ പാപാവസ്ഥയെപ്പറ്റിയും എന്തുകൊണ്ട് അവളുടെ മകൾക്ക് ഈ പിശാച് ബാധയുണ്ടായി എന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അവളെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവളോട് പെട്ടെന്ന് കയറി ഉത്തരം പറഞ്ഞ് നിൻ്റെ മകളെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ മകളുടെ രോഗം സൗഖ്യമാക്കിയിരുന്നു പറഞ്ഞാൽ അവൾക്കുള്ള കുമ്പസാരമാകത്തില്ല. ആദ്യം അവളെ കുമ്പസാരിപ്പിക്കണം. കാരണം അവൾ ടെറിട്ടോറിയൽ സ്പിരിറ്റിൽ കൂടിയും മാത്രമല്ല, അവളിലേക്ക് കൈമാറി വന്ന അല്ലെങ്കിൽ പകരപ്പെട്ട അശുദ്ധാത്മ വ്യാപാരത്തെ അവൾ മനസ്സിലാക്കാതെ അവളും പാപം ചെയ്ത് അവളുടെ മകളിലേക്ക് പിശാച് ബാധ കയറിക്കഴിഞ്ഞു. ഇത്ര ഗൗരവമായ ഒരു കാര്യത്തെ കർത്താവ് കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം അവളെ കുമ്പസാരിപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകുന്നു? അശുദ്ധാത്മ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഈ നുരയും പതയും കാണിച്ച് നടക്കുന്നത് മാത്രമല്ല, നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളും ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിക്കുന്ന അശുദ്ധാത്മ വ്യാപാരത്തിൻ്റെ ലക്ഷണമാണ് ഈ പരിശുദ്ധ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന ഈ ആധ്യാത്മിക പ്രേമം എന്നുള്ള പുസ്തകത്തിൽ ഈ അശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെ പറ്റിയാണ് ഈ ഖണികളിലെല്ലാം പറയുന്നത്. കുറച്ചും കൂടെ അതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മെ തിന്മയിലേക്ക് നയിക്കുവാനും 3 ഘടകങ്ങളുണ്ട്: വികാരങ്ങൾ, പിശാചുക്കൾ, പാപകരമായ ഉദ്ദേശം എന്നിവയാണവ. അനാവശ്യമായോ അസമയത്തോ ഭക്ഷണം ആഗ്രഹിച്ച് കൊതിയോടെ ആർത്തി പൂണ്ട് കഴിക്കുക, അതൊരു പിശാച് ബാധയാണ്. അത് പുതിയ നിയമത്തിലെ പരിശുദ്ധ പിതാക്കന്മാർ ആധ്യാത്മിക പ്രേമം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശുദ്ധിയുടെ തലത്തിൽ ജീവിച്ചിരിക്കുന്നവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പിശാച് ബാധ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരവസ്ഥയിലുള്ള ആൾക്കാരാണെന്നാണ് വിചാരിക്കുന്നത്. അതൊന്നുമല്ല. അത് മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ മതി. പൈശാചിക ബാധ നമ്മളെല്ലാം ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പൈശാചിക ബാധയുള്ളവരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവിക കൃപയിൽ നിന്ന് മാറി അന്യവൽക്കരിക്കപ്പെട്ട് പാപാവസ്ഥയിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന എല്ലാവരിലും ചെറിയ തോതിലോ വലിയ തോതിലോ പൈശാചിക വാസനയും പൈശാചിക ബാധയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പൈശാചിക ബാധ ഇതാണ്: അനാവശ്യമായ അസമയത്തോ ഭക്ഷണം കൊതിയോടെ ആഗ്രഹിച്ച് ആർത്തിയോടെ ഭക്ഷിക്കുക, സ്വന്തമല്ലാത്ത മറ്റെന്തിനേയും അനാവശ്യമായി ആഗ്രഹിച്ച് അതിനെ ചതിവോടെ സ്വന്തമാക്കുക, പൈശാചിക ബാധയാണ്. നമ്മെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഒരുവൻ്റെ നേരെ അമിതമായി കോപിക്കുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യുക, പൈശാചിക ബാധയാണ്. നമ്മുടെ കാവൽ മറികടന്ന് പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുൻപറഞ്ഞ വികാരങ്ങളെയും അതുപോലുള്ള മറ്റു വികാരങ്ങളെയും ഇളക്കി വിടുന്നതാണ് പിശാചുക്കളുടെ രീതി. പിശാചുക്കളുടെ രീതി കണ്ടോ? അതായത് നമ്മുടെ കാവൽ മറികടന്ന് പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോൾ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: പിശാച്
അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി തിരഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ്. സിംഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് ആക്രമിച്ചു കളയും, ക്യുക്കാണ്. അതുകൊണ്ടാണ് അവരിവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, മുൻപറഞ്ഞ വികാരങ്ങളെയും അതുപോലുള്ള മറ്റു വികാരങ്ങളെയും ഇളക്കി വിടുന്നതാണ് പിശാചുക്കളുടെ രീതി. പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുൻപറഞ്ഞ വികാരങ്ങളെയും അതുപോലെയുള്ള മറ്റു വികാരങ്ങളെയും ഇളക്കി വിടുന്നതാണ് പിശാചുക്കളുടെ രീതി. നല്ലതേതാണെന്നറിയാമെങ്കിലും ചീത്തയായത് തിരഞ്ഞെടുക്കുമ്പോഴാണ് പാപകരമായ ഉദ്ദേശം നമ്മെ കീഴ്പ്പെടുത്തുന്നത്. ഒരുപാട് പൈശാചിക ബാധകളെപ്പറ്റി ഇവിടെയൊക്കെ അവർ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്ക്, അവൾക്ക് കർത്താവിനെ കണ്ട ആ സമയത്ത് കർത്താവിന് ഇവൾ ചെയ്തു പോയിരുന്ന പാപങ്ങളും മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് അവളോട് പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. നമുക്ക് ആവർത്തന പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ, വേശ്യയുടെ കൂലിയും നായിയുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേശ്യയുടെ കൂലിയും നായിയുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ദൈവികമായ വ്യാപാരങ്ങൾക്ക് ചേർന്നവയല്ല. ഇവളെ കർത്താവ് വിളിക്കുന്നത് മനുഷ്യരുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ല എന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് ഇവളെ നായയെന്ന് വിളിക്കുന്നതല്ല, അത് ഇവളിൽ ഈ നായയുടെ ഒരു പാപാവസ്ഥ കിടപ്പുണ്ട്. ആ പാപാവസ്ഥ ഇവളുടെ ജീവിത വ്യാപാരത്തിൽ നിന്നും കർത്താവ് അവളെ ഒറ്റ നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കുകയാണ്. ശമരിയക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവിന് പരഹൃദയ ജ്ഞാനമുള്ള ആളായിരുന്നതുകൊണ്ട് ശമരിയ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവും അല്ല എന്ന് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ബോധോദയം ഉദിച്ചത്, നീ ഒരു പ്രവാചകനാണല്ലോ, നിനക്കെങ്ങനെ എൻ്റെ കാര്യം മനസ്സിലായി എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ സ്ത്രീയോട് കർത്താവ് ഇപ്രകാരം പറയുമ്പോൾ പരോക്ഷമായി അവളോട് പറയുകയാണ്, നിൻ്റെ ജീവിതക്രമം ശരിയല്ല, നിനക്ക് വേശ്യാദോഷം നിൻ്റെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് മകൾക്ക് ഈ ഭൂത ഉപദ്രവം ഉണ്ടായിട്ടുള്ളത്. അതായത് പാപം പഴയ നിയമത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. വിശുദ്ധാത്മാവ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് പോലെ തന്നെ അശുദ്ധാത്മാവും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കുമ്പസാരിച്ച് അനുദപിച്ച് തിരിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ പാപാവസ്ഥ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അത് ഇന്നും അങ്ങനെ തന്നെ. അതുകൊണ്ട് മക്കൾ ക്രമീകരിക്കപ്പെടുന്നില്ല എന്ന് മാതാപിതാക്കൾക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയിട്ട് അനുദപിക്കാനുള്ള മേഖലകളെല്ലാം അനുദപിച്ച് മാനസാന്തരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കൾ തിരിഞ്ഞു വരില്ല. എന്നാൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി അനുദപിച്ചാലും മതി. ഇതെവിടെയെങ്കിലുമൊക്കെ അനുതാപം നടക്കണം. അനുതാപം നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. സെയിൻറ്റ് അഗസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ അമ്മ കരഞ്ഞ് നിലവിളിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മകൻ തിരികെ വന്നത്, വിശുദ്ധനായി മാറി. അല്ലെങ്കിൽ അവരവർ തന്നെ നിലവിളിക്കണം. സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്തിന് പരിശുദ്ധ ദൈവമാതാവ് ഒരു വെളിച്ചം നൽകിയപ്പോൾ അവൾക്ക് കാര്യത്തെപ്പറ്റി ബോധ്യമായി, ഗൗരവത്തെപ്പറ്റി ബോധ്യമായി, ഈ ജീവിത ലോകത്തിൻ്റെ, ഈ ലോക ജീവിതത്തിൻ്റെ നൈമിഷികത ബോധ്യമായതിനാൽ താൻ തൻ്റെ ശരീരത്തെ ദണ്ഡനത്തിന് ഏൽപ്പിച്ച് എത്രയും നാൾ ജഡീകാസക്തിയിൽ നടന്നോ അതിനേക്കാൾ കൂടുതൽ മരുഭൂമിയിൽ ആ ശരീരത്തെ പീഡിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ആസക്തിയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇവളോട് കർത്താവ് പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും, കർത്താവ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാളെ നായെന്നാണോ വിളിക്കുന്നത്? നായെന്ന് വിളിച്ചതല്ല. അവിടെ കർത്താവ് പരോക്ഷമായിട്ടൊരു കൗൺസിലിംഗ് ശാസനയോടുകൂടി കൊടുക്കുകയാണ്. കർത്താവുകൾക്ക് ഒരു കൗൺസിലിംഗ് ശാസനയോടുകൂടെ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുകയാണ്? മക്കളുടെ അപ്പം, അതായത് ഞാൻ വന്നിരിക്കുന്നത് നിന്നെ രക്ഷിക്കുവാനും ഒന്നുമല്ല എന്ന് പറയുമ്പോഴും കർത്താവിനറിയാം ഇത് എൻ്റെ മകൾ തന്നെയാണ്, അവളെയും കൂടെ രക്ഷിക്കുവാനാണ് കർത്താവ് വന്നതെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവൾക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകണം.
അവൾക്ക് തൻ്റെ ജീവിത നിലവാരത്തെപ്പറ്റിയും പാപാവസ്ഥയെപ്പറ്റിയും ബോധ്യമായിട്ട് അവൾ കർത്താവിൻ്റെ മുമ്പാകെ അനുദപിക്കുന്നതാണ്, കർത്താവെ, മക്കളും നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന നുറുങ്ങുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, അതേ നിശ്ചിത തന്നാൽ മതി, എനിക്കെല്ലാ അനുഗ്രഹമൊന്നും വേണ്ട, എനിക്കതിന് യോഗ്യതയില്ല. അവൾ പറയുകയാണ്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിച്ചേറ്റ് പറയുന്നു. പക്ഷേ നിനക്ക് അല്പം ആകാമല്ലോ. കർത്താവ് കരുണ മുഴുവനും കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവളെ കൊണ്ട് ഇത് പറയിക്കണം. അതാണ് തെറ്റ് ഏറ്റു പറയണമെന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം, ഏറ്റു പറയുക, സമ്മതിക്കുക. അങ്ങനെ ഇവൾ പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഫലമായി തൻ്റെ മകൾക്ക് പിശാച് ബാധ്യത ഉണ്ടായിട്ടുണ്ട് എന്ന് അവളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അതിനുവേണ്ടിയാണ് കർത്താവ് പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ അവൾ പറഞ്ഞു, കർത്താവെ, നായ്ക്കളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുങ്ങുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. കാരണം കർത്താവളോട് വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല എന്ന് വായനക്കാർക്കും അല്ലെങ്കിൽ ഇതിനെ ആധ്യാത്മികമായി പരിശുദ്ധാത്മാവിൽ കാണുന്നവർക്കുമേ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഇവൾക്കും കർത്താവിനും കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൾ അനുദപിക്കുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നോ വന്ന ഇവൾ, ഇയാൾ ഇത്ര വലിയ ആളാണോ, എങ്കിൽ തൻ്റെ പണിക്ക് പോക്കോ, ഞാനും എൻ്റെ വഴിക്ക് പോയിക്കോളാം, എല്ലാവരും പറഞ്ഞ് കരുണയുള്ളവനാണെന്ന്, എന്നിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. കരുണയുള്ളവനായ കർത്താവാണെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും, പക്ഷേ ഒരു കരുണയും കിട്ടുന്നില്ല. പക്ഷേ ആളുകൾ പറഞ്ഞ പോലെ അല്ലല്ലോ നീ, അതിനേക്കാളേ ക്രൂരനാണല്ലോ എന്ന് പറഞ്ഞ് ഇവൾ പോവുകയല്ല, കൂടെ നടന്നിട്ട് കർത്താവിൽ നിന്ന് ഇത് പിടിച്ചു പറിക്കുകയാണ്. എങ്ങനെ? അവളുടെ അനുതാപകരമായ ചിന്ത കൊണ്ടും ബുദ്ധിപരമായ ഒരു നീക്കം കൊണ്ടും. അവൾ പറയാണ്, കർത്താവെ, എനിക്ക് അല്പം കരുണ തന്നാൽ മതി, ഞാനതിന് യോഗ്യതയുള്ളവൾ അല്ല എന്ന് എനിക്കറിയാം. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന അതാ. സ്വർഗത്തിലേക്ക് നോക്കുവാനും കഴിയാതെ അവൻ മാറത്തടുത്ത് നിലവിളിച്ചുകൊണ്ട്, കർത്താവെ, എന്നോട് കരുണയുണ്ടാകണമേ, അത്രേ പറഞ്ഞുള്ളൂ. ഇവളും അത്രേ പറഞ്ഞുള്ളൂ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപ്പോഴും കർത്താവ് ഇപ്രകാരം പറഞ്ഞത് അവളെ കുമ്പസാരിപ്പിക്കുകയാണ്, അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവളോട് കൊടുക്കുന്ന രണ്ട് ബോധ്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന്, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ പാപത്തിൽ നീയും ബന്ധനത്തിലായിരുന്നു, നിൻ്റെ മകൾ അത് കാരണം ബന്ധനത്തിലായി എന്നുള്ള ബോധ്യം കൊടുക്കുകയാണ്. രണ്ട്, കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ അവൾ അനുദപിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക രീതി കർത്താവ് ഉത്തരമായിട്ട് കൊടുക്കുന്നു. എന്നാൽ അവൾക്ക് മനസ്സിലാകുന്നു കർത്താവിൽ കരുണയുണ്ട് എന്നുള്ള കാര്യവും കർത്താവ് അതനുസരിച്ച് അവളോട് കരുണ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ്. ഇനിയും കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തിന് മറ്റൊരു പാഠം കർത്താവ് അവിടെ കൊടുക്കുന്നുണ്ട്. അതായത്, ഇവളുടെ വിശ്വാസം കണ്ട് നീയൊക്കെ പഠിക്കണം എന്ന്. ഞാൻ നിന്നെ രക്ഷിക്കുവാനായിട്ട് വന്നു, നിനക്കെന്നിൽ വിശ്വാസമില്ല, നിനക്കെന്നിൽ താല്പര്യമില്ല, എൻ്റെ സ്നേഹത്തെ അറിയുന്നില്ല. പുറജാതിക്കാരിയായ സ്ത്രീ യേശു എന്ന് കേട്ടപ്പോൾ തന്നെ ഓടി വന്ന്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണം. ഈ രണ്ട് പ്രയോഗങ്ങളും പരിശുദ്ധാത്മാവിലല്ലാതെ വിളിക്കുവാനും പറ്റില്ല. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, കർത്താവ് വന്നിരിക്കുന്നത് ഹീസ് ദ സേവിയർ ഓഫ് ദ എൻറ്റയർ ക്രിയേഷൻ. Not only for Christians, not only for Orthodox people, not only for other such kinds of people. He is there for the entire creation to be saved. ഈ സൃഷ്ടിയെ മുഴുവൻ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണ്ണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് കനാന്യ സ്ത്രീയിലൂടെ കാണിച്ചു തരുന്നത്, പുറജാതിക്കാരി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ക്രിസ്തുവിലായാൽ നീ പുതിയ സൃഷ്ടിയാണെന്ന്, പഴയതൊക്കെ കഴിഞ്ഞുപോയി, ഇനി സ്വർഗീയ കുടുംബത്തിലെ അംഗമാണ്. ഇത് അവളെ മനസ്സിലാക്കി. അപ്പോൾ മൂന്ന് ബോധ്യങ്ങളാണ് ഇവിടെ. ഒന്ന്, ജനത്തിനൊരു ബോധ്യം. എന്താണ് ബോധ്യം? കണ്ടുകൊണ്ടിരിക്കുന്ന ജനം കർത്താവിനെ പഴിക്കാൻ തുടങ്ങി. നീ യഹൂദനാണ്, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കാണാതെ പോയ ആളുകൾക്ക് വേണ്ടി വന്നവനാണ് എന്നുള്ള കാര്യം കർത്താവ് അഡ്മിറ്റ് ചെയ്യുന്നത് അവരോടും കൂടെയുള്ള ബോധ്യമാണ്. ഞാൻ അതിനുവേണ്ടി വന്നവനാണ്, പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നവർക്ക്, എന്നോട് കരുണ യാചിക്കുന്നവൻ ആരായാലും അവനെല്ലാം രക്ഷയുണ്ട് എന്ന് യഹൂദന്മാരോടും കൂടെ പരോക്ഷമായി വിളിച്ചു പറയുന്ന ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കനാന്യ സ്ത്രീയെ രണ്ട് കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നു. ഒന്ന്, അവളിൽ പാപമുണ്ട്,
അവളുടെ ജീവിത രീതി ശരിയല്ല, അവൾ ശരീരത്തെയും മനസ്സിനെ അശുദ്ധമാക്കിയത് കാരണവും തങ്ങളുടെ പൂർവികരുടെ പാപാവസ്ഥ കാരണവും കനാന്യ ശാപം കാരണവും അവളുടെ മകൾക്കും അത് ബാധിച്ചതിൻ്റെ കാര്യം അവളിൽ അത് ബ്ലോക്കായില്ല. എന്ത് ബ്ലോക്കായില്ല? പാപത്തിൻ്റെ അതിർത്തി വരമ്പ് അവളിൽ കിട്ടിയില്ല. അവളും പാപം ചെയ്തു. അതുകൊണ്ട് ആ പാപം ഒഴുകി താഴേക്ക് പോയി. അവൾ മുന്നമേ ദൈവസന്നിധിയിൽ അനുദപിച്ചിരുന്നുവെങ്കിൽ മകളിലേക്ക് പിശാച് ബാധ ഉണ്ടാകിയില്ലായിരുന്നു എന്ന് ചുരുക്കം. ഇത് അവളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവൾ ബോധ്യപ്പെട്ട് അവൾ മാനസാന്തരപ്പെട്ടപ്പോൾ ആ മാനസാന്തരത്തിൻ്റെ പ്രകടനമായ വാക്കുകളുടെ ശബ്ദത്തിലൂടെ അവൾ പറയുകയാണ്, കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അവളുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തീവ്രത കണ്ടിട്ട് കർത്താവ് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് അവളോട് പറയാണ്, മോളെ, നിൻ്റെ വിശ്വാസം വലിയ വിശ്വാസമാണ്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസം വലുതാവുമ്പോൾ കർത്താവിൽ ആകുകയാണ്. എൻ്റെ വചനം നിങ്ങളിലും നിങ്ങളുടെ വചനം എന്നിലും വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്തോടുകൂടെ കർത്താവിനെ സമീപിച്ച് ആ വലിയ വിശ്വാസത്തിൽ നമുക്ക് അപേക്ഷിക്കാം. അത് നമുക്ക് ആത്മീക അഭിവൃദ്ധിക്ക് ഉതകുന്നതാണെങ്കിൽ നമുക്കത് ലഭിക്കും. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ദൂരവ്യാപകമായ സൗഖ്യം. അനുദപിച്ചത് ഇവിടെ, സൗഖ്യം ഉണ്ടായത് അവിടെ. യുദ്ധം നടക്കുന്നത് ഇറാനിൽ, നമ്മളിവിടെ അനുദപിക്കണം. നമ്മുടെ കുറവുകൾ കൊണ്ട്, നമ്മുടെ പാപം കൊണ്ട് ദൂരവ്യാപകമായ അനേക നിഷ്കളങ്കർ പല ബോംബ് അതിക്രമങ്ങളിലും അതുപോലെയുള്ള കലഹങ്ങളിലും യുദ്ധങ്ങളിലും പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പാപം മാത്രമല്ല, നമ്മുടെ പാപം കൂടെയാണ്. കർത്താവ് അത് പല രീതിയിൽ പറയുന്നുണ്ട്. ഗലീലയിൽ ഗലീലക്കാരുടെ ചോര യാഗപീഠത്തിൻ്റെ കൂടെ കലർത്തിയപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ആ ഗലീലക്കാർ നിങ്ങളെക്കാളെല്ലാം മോശമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മതിലിടിഞ്ഞു വീണ് ആ 18 പേർ മരിച്ചത് അവർ നിങ്ങളെക്കാൾ പാപം ചെയ്തു പോയതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ അനന്തരഫലം മറ്റൊരിടത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇവിടെ ഇരുന്ന് അനുദപിച്ചാൽ മതി. ദൂരവ്യാപകമായ ശക്തി വ്യാപാരങ്ങളുണ്ടാവും. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ജനമധ്യേ നിന്നു കനാന്യ സ്ത്രീക്ക് നോച്ചത്തിൽ മശിഹാ കൃപ തോന്നണമെന്നിൽ കൃപയാൽ പ്രേരിതനായി നിജ സൃഷ്ടികളെ രോഗക്ലേശങ്ങൾ